ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റോൺ മോളിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത കൊല്ലം പട്ടാഴിയിലെ വീട്ടിലാണ്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ എൻട്രൻസ് പോർഷൻ. നമ്മുടെ പ്ലോട്ട് റോഡിൽ നിന്നും കുറച്ച് ഉയരത്തിലായതുകൊണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഒരു സ്ലോപ്പ് ഇട്ട് വെഹിക്കിൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രീമിയം ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ്. സ്റ്റോൺസിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ പ്ലോട്ടിന്റെ മെയിൻ എൻട്രൻസിൽ മാത്രമേ നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഏരിയയിലും സെയിം ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പേൾ ഗ്രാസും അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വീടിന്റെ മുൻഭാഗത്തെ ഒരു കോർണർ ആണ്. ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാവ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോബിൾ സ്റ്റോൺസും അതേപോലെ പെബിൾസും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ പേൾ ഗ്രാസ് ആണ് ഉള്ളത്. ഇനി ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്ററിൽ കൂടെ ഒരു വോക്ക് വേ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി റിവ്യൂ വീടിന്റെ ഓണറിനോട് തന്നെ ചോദിച്ചു നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് റോയ്, സ്ഥലം പട്ടാഴിയാണ്. വീട് വെച്ചിട്ട് എത്ര നാളായി? വീട് വെച്ചിട്ട് ഒരു 10 വർഷത്തോളമായി. അപ്പൊ എപ്പോഴാ ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ 1 വർഷത്തോളമായി. അങ്ങനെ അവരുമായിട്ട് ഓൺലൈനിൽ പരിചയമുണ്ട്. അവര് വന്ന് നമ്മുടെ സൈറ്റൊക്കെ കണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റോൺ മോളിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ തീരുമാനിച്ചത്? അവരുടെ റിവ്യൂസും അവരുടെ കാര്യങ്ങളും അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ തുടങ്ങിയതാ. എത്ര നാളുകൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്തു? 1 മാസം കൊണ്ട്. വർക്ക് ഫിനിഷ്. അങ്കിളുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി? അങ്കിൾ പറഞ്ഞൊരു ബഡ്ജറ്റിൽ തന്നെ നിന്നു. അതിനേക്കാളും കുറവാ. പിന്നെ വർക്കേഴ്സിന്റെ ഒക്കെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, നല്ല 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 പെരുമാറ്റമാണ്. നല്ല കോപ്പറേഷൻ. ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മരവും ചെടിയെല്ലാം അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അങ്കിളിന്റെ ഐഡിയ ആയിരുന്നോ അതോ അവരുടെ ഐഡിയ? അത് അവരുടെ തന്നെ ഐഡിയ. നമ്മൾ പഴയതൊന്നും നശിപ്പിക്കാതെ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അവര് തന്നെ ഐഡിയ ചെയ്ത് തന്ന ഡിസൈൻസ് എല്ലാം അവരുടെ തന്നെ.